മലയാള സിനിമയിൽ അഭിനയം കൊണ്ട് ഉയർന്നു വരുന്ന നടനാണ് ആസിഫ് അലി. 2024 ആസിഫ് അലിയുടെ എല്ലാ ചിത്രങ്ങളും മികച്ച പ്രതികരണം നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ രേഖാചിത്രത്തിലൂടെ മികച്ചൊരു തുടക്കമാണ് ആസിഫ് അലി അനശ്വര രാജൻ ടീമിന് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. ചിത്രം ഇറങ്ങിയതു മുതൽ മമ്മൂട്ടി ചേട്ടനും രേഖാചിത്രവുമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ചയാകുന്നത്. മമ്മൂക്കയുടെ സമ്മതം ഇല്ലായിരുന്നുവെങ്കിൽ രേഖാചിത്രം ഉണ്ടാകില്ലായിരുന്നുവെന്ന് ആസിഫ് അലി പറയുന്നു. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സംഭാവനകളും പലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പിന്നീട് തങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് രേഖാചിത്രം ടീം അറിയിക്കുന്നത്. ഇതിനിടയിൽ രേഖാചിത്രത്തിന്റെ വിജയത്തിൽ മമ്മൂട്ടിക്ക് ആസിഫ് അലി എന്ത് സമ്മാനമായിരിക്കും നൽകുക എന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായ റോഷാക്കിൽ അതിഥി വേഷത്തിൽ എത്തി ആസിഫ് അലിയുടെ പ്രകടനത്തിന് റോളക്സ് വാച്ച് മമ്മൂക്ക സമ്മാനമായി നൽകിയിരുന്നു. അതുപോലെ രേഖാചിത്രത്തിന്റെ വിജയത്തിൽ മമ്മൂട്ടിക്ക് എന്ത് തിരികെ നൽകുമെന്ന് അവതാരകൻ ചോദിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്തു കൊടുത്താൽ മതിയാകും? എനിക്ക് കൊടുക്കാൻ പറ്റിയതായി ഒന്നുമില്ല എന്നതാണ് സത്യം. മെറ്റീരിയലുകളായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തതായി ഒന്നുമില്ലെന്ന് തോന്നുന്നു. കൊടുക്കാൻ പറ്റുന്നത് മെറ്റീരിയലൈസ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില വാക്കുകളായിരിക്കും. അതിനപ്പുറത്തുള്ളതാണ് മമ്മൂക്ക ഈ സിനിമയിൽ തങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഒന്നും കൊടുത്ത് നന്ദി പറയാൻ പറ്റില്ല. എന്തു കൊടുത്താലും അത് ചെറുതായി പോകും എന്നാണ് ആസിഫ് അലി ചോദ്യത്തിന് നൽകിയ മറുപടി. ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമാണ് രേഖാചിത്രം. ജനുവരി 9 റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രതികരണമാണ് എങ്ങു നിന്നും നേടുന്നത്.